നമസ്കാരം. എല്ലാവർക്കും സന്തോഷവും മനസമാധാനവും നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് ഇത് വി വേണുഗോപാൽ, കൗമുദി ന്യൂസ് ട്രാക്ക് പ്രസന്റ് ബൈ ദുബായ് ഗോൾഡിൻ്റെ പുതുവർഷ ദിനത്തിലെ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും എല്ലാവർക്കും സ്വാഗതം. സന്തോഷം പകരുന്ന എന്തെങ്കിലും വാർത്ത പങ്കിട്ടുകൊണ്ട് വേണം പുതുവത്സരം തുടങ്ങാൻ എന്നായിരുന്നു ആഗ്രഹം. എന്നാൽ അതിന് നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. മുത്തലാഖ് ബിൽ ചർച്ച രാജ്യസഭയെ സ്തംഭിപ്പിച്ചതും കലാലയ രാഷ്ട്രീയം, അക്രമ രാഷ്ട്രീയത്തിൻ്റെ ജീവിക്കുന്ന രക്തസാക്ഷിയായിരുന്ന സൈമൺ ബ്രിട്ടോയുടെ വേർപാടും എല്ലാമാണ് ഇന്ന് പത്രങ്ങളിൽ ഒന്നാം പേജിൽ നിറഞ്ഞ് നിൽക്കുന്നത്. നവോത്ഥാന മൂല്യ സംരക്ഷണത്തിനായി ഇന്ന് കേരളത്തിൽ വനിതാ മതിൽ ഒരുങ്ങുന്നതാണ് മറ്റൊരു ഒന്നാം പേജ് വിശേഷം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് പോകും മുമ്പ് നമുക്ക് ഇന്നത്തെ മുഖ്യവാർത്താ തലക്കെട്ടുകൾ ആദ്യമൊന്ന് നോക്കാം. ഗുരു നവോത്ഥാനത്തിൻ്റെ ശക്തി സ്രോതസ് എന്ന് ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടതാണ് കേരള കൗമുദിയുടെ മുഖ്യവാർത്ത തലക്കെട്ട്. ലാൽ സലാം സൈമൺ ബ്രിട്ടോയ്ക്ക് വിട. മലയാള മനോരമ, സർക്കാരിൻ്റെ ആദ്യ ശ്രമം പാളി, രാജ്യസഭയിൽ തട്ടി മുത്തലാഖ് ബിൽ. മാതൃഭൂമി, എല്ലാം സർക്കാർ വഹിക്കും, അതായത് കേരള ബാങ്ക് തുടങ്ങാൻ സർക്കാർ ഏറ്റെടുക്കുന്നത് 306 കോടിയുടെ കടം. അത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് മാതൃഭൂമിക്ക് ഇന്ന് വ്യത്യസ്തമായ മുഖ്യവാർത്ത. എല്ലാം സർക്കാർ വഹിക്കും. ദേശാഭിമാനി, സഖാവെ വിട എന്ന ശീർഷകത്തിലാണ് സൈമൺ ബ്രിട്ടോയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചിരിക്കുന്നത് ദേശാഭിമാനി. മുത്തലാഖ് ബിൽ രാജ്യസഭയിൽ കേന്ദ്രത്തിന് തിരിച്ചടി എന്നത് ഇന്നത്തെ മുഖ്യ വാർത്ത. ലോക്സഭ പാസാക്കിയ ബില്ലിൻ്റെ പകർപ്പ് പോലും വിതരണം ചെയ്തില്ല എന്നിങ്ങനെ ന്യൂഡൽഹിയിൽ നിന്നുള്ള റിപ്പോർട്ട്. ചരിത്ര മതിൽ ഇന്ന് എന്ന ശീർഷകത്തിലാണ് ഇന്ന് നവോത്ഥാന മൂല്യ സംരക്ഷണത്തിനുള്ള വനിതാ മതിൽ അല്ലെങ്കിൽ പെൺ പ്രതിരോധ നിരയെക്കുറിച്ചുള്ള വാർത്ത ദേശാഭിമാനി അവതരിപ്പിച്ചിരിക്കുന്നത്. മാധ്യമം, മുത്തലാഖ് ബിൽ രാജ്യസഭയിൽ സർക്കാരിന് തിരിച്ചടി, തിരക്കിട്ട് പാസാക്കാൻ ആവില്ല എന്ന് പ്രതിപക്ഷം, സഭാ സമിതിക്ക് വിടില്ല എന്ന് സർക്കാർ. ന്യൂഡൽഹിയിൽ നിന്ന് AS സുരേഷ് കുമാറിൻ്റെ റിപ്പോർട്ട്. സൈമൺ ബ്രിട്ടോയുടെ വിയോഗ വാർത്ത, നിലച്ചു ചങ്കുറപ്പിൻ ചക്രക്കസേര എന്ന ശീർഷകത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മാധ്യമം, പാചകവാതകത്തിന് വീണ്ടും വില കുറച്ചു എന്ന ഒരു സന്തോഷ വാർത്തയും ഒന്നാം പേജിൽ ഉണ്ട്. മംഗളം, പ്രതിപക്ഷം ഒന്നിച്ചു, മുത്തലാഖ് ബിൽ രാജ്യസഭയിൽ മുടന്തുന്നു എന്നതാണ് മംഗളത്തിൽ നിന്ന് മുഖ്യവാർത്ത തലക്കെട്ട്. ന്യൂഡൽഹിയിൽ ജിനേഷ് പുനത്തിൻ്റെ റിപ്പോർട്ടാണ്. സൈമൺ ബ്രിട്ടോയുടെ വിയോഗ വാർത്ത, നിലച്ചു ആ ചക്രക്കസേര, തളരാത്ത പോരാളി വിടവാങ്ങി. ദീപിക, വിഴിഞ്ഞം അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉമ്മൻചാണ്ടിക്ക് ക്ലീൻ ചിറ്റ് എന്നതാണ് ദീപികയുടെ ഇന്നത്തെ മുഖ്യ വാർത്ത. ദ ഹിന്ദുവിൻ്റെ മുഖ്യ വാർത്ത, 30 lakh റീഅപ്ലൈ ഫോർ ഇൻക്ലൂഷൻ ഇൻ NRC, അതായത് നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ്, ദേശീയ പൗരത്വ രജിസ്റ്ററിൽ ഉൾപ്പെടുത്തുന്നതിന് 30 ലക്ഷം അപേക്ഷകളാണ് വീണ്ടും ലഭിച്ചിരിക്കുന്നത്. അപേക്ഷകരാണ് വീണ്ടും അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ദ ഹിന്ദുവിൻ്റെ മുഖ്യ വാർത്ത. എക്സസൈസ് ഓഫ് ക്ലെയിംസ് എൻഡ്, 600 ഒബ്ജെക്ഷൻസ് ഹാവ് ബീൻ ഫയൽഡ് എന്നിങ്ങനെ അതിൻ്റെ വിശദാംശങ്ങളും. ദ ടൈംസ് ഓഫ് ഇന്ത്യ, യുണൈറ്റഡ് ഒപ്പോസിഷൻ ബ്ലോക്സ് ട്രിപ്പിൾ തലാഖ് ബിൽ ഇൻ രാജ്യസഭ. ഇറ്റ് ഡിമാൻഡ്സ് ബിൽ ബി സെൻഡ് ടു സെലക്ട് പാനൽ. സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം. അതെല്ലാമാണ് ദ ടൈംസ് ഓഫ് ഇന്ത്യയുടെ മുഖ്യവാർത്തയ്ക്ക് വിഷയം. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ മുഖ്യ വാർത്ത, റിച്ച് ഇയർ, NRK ഡെപ്പോസിറ്റ്സ് ഇൻ ഫുൾ ഫ്ലോ ടു ടച്ച് 2 trillion എന്നതാണ് അല്പം സന്തോഷം പകരുന്ന ദ ന്യൂ ഇന്ത്യ എക്സ്പ്രസിൻ്റെ മുഖ്യ വാർത്ത. അതായത് നോൺ റെസിഡൻസ് അല്ലെങ്കിൽ പ്രവാസി മലയാളി സമൂഹത്തിൻ്റെ നിക്ഷേപം കുതിച്ചുയർന്നു എന്ന സന്തോഷം പകരുന്ന വാർത്തയാണ്. 2 trillion രൂപയായിട്ടാണ് ഇത് വർദ്ധിച്ചിരിക്കുന്നത്. കേരള, വിച്ച് വെയിറ്റഡ് ഫോർ മോർ ദാൻ 50 years ടു ടച്ച് 1 trillion rupees ഇൻ റെമിറ്റൻസ്, ഈസ് സെറ്റ് ടു ബ്രീച്ച് 2 trillion rupee മാർക്ക് ഇൻ ലെസ് ദാൻ 5 years എന്നിങ്ങനെ അതിൻ്റെ വിശദാംശങ്ങളും. ഇനി നമുക്ക് മുഖ്യവാർത്താ വിശദാംശങ്ങൾ കേരള കൗമുദിയിൽ നിന്ന് നോക്കി തുടങ്ങാം. ഗുരു നവോത്ഥാനത്തിൻ്റെ ശക്തി സ്രോതസ് എന്ന മുഖ്യമന്ത്രി, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന ജീവിത വീക്ഷണം സംസ്ഥാനത്താകമാനം പ്രചരിപ്പിക്കാനും അതിനു പിന്നിൽ ജനസഞ്ചയത്തെ അണിനിരത്താനും ഗുരുവിന് കഴിഞ്ഞു. അതിനാലാണ് കേരളീയ നവോത്ഥാനത്തിൻ്റെ നായകനെന്ന് ഗുരുവിനെ വിശേഷിപ്പിക്കുന്നത്. ശിവഗിരി തീർത്ഥാടനത്തോടനുബന്ധിച്ച് കേരളത്തിൻ്റെ പുനർനിർമ്മാണം ഗുരുദർശനത്തിലൂടെ എങ്ങനെ സാധ്യമാക്കാം എന്ന വിഷയത്തിലുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരായ പ്രവർത്തനങ്ങൾക്ക് ഗുരു നേതൃത്വം നൽകി. ഗുരുവിൻ്റെ നവോത്ഥാന ചിന്തകളുടെ ഭാഗമാണ് ശിവഗിരി തീർത്ഥാടനം എന്നിങ്ങനെ മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ. ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യരെ ഒന്നായി കണ്ടുള്ള കേരള പുനർനിർമ്മാണമാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. പ്രകൃതി ദുരന്തങ്ങൾക്ക് തകർക്കാൻ കഴിയാത്ത കേരളത്തെ പുനർനിർമ്മിക്കുകയാണ് ലക്ഷ്യം എന്നിങ്ങനെ തുടർന്നു മുഖ്യമന്ത്രിയുടെ പ്രസംഗം.
മഹാതീർത്ഥാടനത്തിൻ്റെ ഇന്നത്തെ കാഴ്ചകൾ ഇന്ന് രാത്രി 8:30 കൗമുദി TV സംപ്രേഷണം ചെയ്തതിൻ്റെ അറിയിപ്പും ഒപ്പം ഉണ്ട്. മാത്രമല്ല, നവകേരളം കെട്ടിപ്പടുക്കാൻ സുസ്ഥിര ജീവിതശൈലി അനിവാര്യമാണ്, മനോഘടനയിൽ മാറ്റം വരണം എന്ന് മുഖ്യമന്ത്രി പരാമർശിച്ചത് പ്രത്യേകമായി തന്നെ എടുത്ത് നൽകിയിട്ടുണ്ട് കേരളകൗമുദി മുഖ്യവാർത്തയുടെ കൂടെ. സൈമൺ ബ്രിട്ടോയുടെ വേർപാട്, ലാൽ സലാം സൈമൺ ബ്രിട്ടോ എന്ന ശീർഷകത്തിലാണ് കേരളകൗമുദി ആ റിപ്പോർട്ട് ഒന്നാം പേജിൽ മുകളിൽ തന്നെ നൽകിയിരിക്കുന്നത്. കലാലയത്തിലെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ജീവിച്ചിരുന്ന രക്തസാക്ഷിയും മുൻ MLAയും CPM നേതാവുമായി സൈമൺ ബ്രിട്ടോ 64 വയസ്സായിരുന്നു. ഹൃദയസ്തംഭനത്തെ തുടർന്ന് തൃശ്ശൂർ ദയ ആശുപത്രിയിൽ അന്തരിച്ചു. ഭൗതിക ശരീരം നാളെ രാവിലെ 10 മണി മുതൽ 3 മണി വരെ എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് പച്ചാടം പൊതുശ്മശാനത്തിൽ സംസ്കരിക്കും. പുസ്തക പ്രസിദ്ധീകരണം, നാടകരചന എന്നിവയുമായി ബന്ധപ്പെട്ട് ഞായറാഴ്ചയാണ് തൃശ്ശൂരിൽ എത്തിയത്. രാവിലെ മുതൽ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട അദ്ദേഹത്തെ നെഞ്ചുവേദനയും ശ്വാസതടസ്സവും ഉണ്ടായതോടെ വൈകിട്ട് 5:45 ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും 6 അന്ത്യം സംഭവിച്ചു. CPM നേതാവും നാടകകൃത്തുമായ പിരപ്പൻകോട് മുരളിയുടെ സഹോദരി ശ്യാമളയുടെ മകളും SFI സംസ്ഥാന സമിതി അംഗവുമായിരുന്ന സീന ഭാസ്കറാണ് ഭാര്യ. സീന ഇപ്പോൾ മാധ്യമപ്രവർത്തകയാണ്. മകൾ നിലാവ് എന്ന് വിളിക്കുന്ന കൈനിലയാണ്. പാറ്റ്നയിൽ പോയിരിക്കുന്ന ഭാര്യയും മകളും ഇന്ന് രാത്രിയോടെയാണ് തിരിച്ച് എത്തുക എന്നിങ്ങനെ വിശദാംശങ്ങൾ. വീൽ ചെയറിൽ 3.5 പതിറ്റാണ്ടാണ് ബ്രിട്ടോ കഴിഞ്ഞത്. അപ്പോഴും വളരെ സജീവമായ ഒരു ജീവിതമാണ് ബ്രിട്ടോ നയിച്ചിരുന്നത്. പുസ്തകരചനയും എല്ലാമായി രാഷ്ട്രീയ പ്രവർത്തനവും എല്ലാമായി വളരെ സജീവമായിരുന്നു ബ്രിട്ടോ അന്ത്യ നിമിഷം വരെയും. പ്രിയ സുഹൃത്തിന് ന്യൂസ് ട്രാക്കിൻ്റെ ആദരാഞ്ജലികൾ. ഇനിയൊരു വാർത്ത ഒന്നാം പേജിലുള്ളത്, നെയ്യാറ്റിൻകരയിൽ DYSPയുടെ ചവിട്ടേറ്റ് കാറിന് മുന്നിൽ വീണ് അപകടമരണം സംഭവിച്ച സനൽകുമാറിൻ്റെ വിധവയായ വിജിക്ക് ജോലിയും നഷ്ടപരിഹാരവും ഉറപ്പ് നൽകിയിരിക്കുന്നു സർക്കാർ. ആ വാർത്തയും കേരളകൗമുദി ഇന്ന് ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. ഒടുവിൽ വിജിക്ക് ജോലിയും നഷ്ടപരിഹാരവും. നെയ്യാറ്റിൻകര കൊടങ്ങാവിളയിൽ കൊല്ലപ്പെട്ട സനൽകുമാറിൻ്റെ ഭാര്യ വിജിയും കുടുംബവും നീതിക്കായി 22 ദിവസം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന റിലേ സമരം അവസാനിപ്പിച്ചു. സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ജോലിയും 15 ലക്ഷം രൂപ നഷ്ടപരിഹാരവും നൽകാം എന്ന് സർക്കാർ സമ്മതിച്ചുവെന്ന CSI സഭയുടെ ഉറപ്പിന്മേലാണ് വിജി സമരം അവസാനിപ്പിച്ചത് എന്നിങ്ങനെ ആ വിശദാംശങ്ങൾ. മറ്റു വാർത്ത, വനിതാ ശക്തി വിളിച്ചോതി ഇന്ന് മതിൽ ഉയരുമെന്ന വാർത്തയും ഒന്നാം പേജിലുണ്ട്. ഉൾപേജിൽ കേരളകൗമുദി നൽകിയിട്ടുള്ള പ്രധാന വാർത്ത, എംപാനലുകാർ, അതായത് KSRTCയിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടി വന്ന അല്ലെങ്കിൽ പിരിച്ചുവിടപ്പെട്ട എംപാനലുകാർക്ക് ന്യൂ ഇയർ ഷോക്കാണ്. അതായത് അവർക്കൊരു പ്രതീക്ഷ നൽകുന്ന പരാമർശം ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരുന്നു. അതായത് ആവശ്യം വന്നാൽ, വേണ്ടി വന്നാൽ എംപാനലുകാർക്കും നിയമനം നൽകാം എന്നതായിരുന്നു ഹൈക്കോടതിയുടെ പ്രതീക്ഷ പകരുന്ന ആ ഒരു പരാമർശം. എന്നാൽ എംപാനലുകാർക്ക് ന്യൂ ഇയർ ഷോക്ക് എന്നതാണ്, ആ ഒരു പ്രതീക്ഷ അസ്തമിച്ചിരിക്കുന്നു എന്നതാണ് പേജിലെ പ്രധാന വാർത്ത. തിരുവനന്തപുരത്ത് കോവളം സതീഷ് കുമാറിൻ്റെ റിപ്പോർട്ടാണ്. KSRTCയിൽ നിന്ന് പിരിച്ചുവിട്ട എംപാനൽ കണ്ടക്ടർമാരെ തിരിച്ചെടുക്കാനുള്ള സാധ്യത മങ്ങി. സർവീസ് നടത്തുന്ന ബസ്സുകളുടെ എണ്ണത്തിനനുസരിച്ചുള്ള കണ്ടക്ടർമാർ നിലവിൽ ഉണ്ടെന്നും പരിശീലനം കഴിഞ്ഞു വരുന്ന റിസർവ് കണ്ടക്ടർമാർ കൂടിയാകുമ്പോൾ യാത്രാക്ലേശം മാറും എന്നുമാണ് KSRTC മാനേജ്മെൻറ്റിൻ്റെ കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ എംപാനലുകാർക്ക് ആ ഒരു അവശേഷിച്ച പ്രതീക്ഷയും അസ്തമിച്ചു എന്ന സങ്കടം പകരുന്ന ഒരു വാർത്ത. ഇനി നമുക്ക് മലയാള മനോരമയിലെ വാർത്താ വിശദാംശങ്ങളിലേക്ക് പോകാം. സർക്കാരിൻ്റെ ആദ്യ ശ്രമം പാളി, രാജ്യസഭയിൽ തട്ടി മുത്തലാഖ് ബിൽ. ഇനി നാളെ വീണ്ടും നോട്ടീസുമായി പ്രതിപക്ഷം ഒറ്റക്കെട്ട്. ഇന്ന് രാജ്യസഭ ചേരുന്നില്ല, അതുകൊണ്ടാണ് നാളെ ഈ ചർച്ച തുടരാൻ നിശ്ചയിച്ചിരിക്കുന്നത്. ന്യൂഡൽഹിയിൽ ജോമി തോമസിൻ്റെ റിപ്പോർട്ടാണ്. മുത്തലാഖ് ബിൽ സിലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിന്നതോടെ രാജ്യസഭയിൽ ബിൽ ചർച്ചയ്ക്കെടുക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യ ശ്രമം പാളി. നാളെ ബിൽ വീണ്ടും പരിഗണനയ്ക്ക് വന്നേക്കാം. ഇന്ന് പാർലമെൻറ്റ് സമ്മേളിക്കുന്നില്ല. പാർലമെൻ്ററി കാര്യ സഹമന്ത്രിയായ വിജയ് ഗോയലിൻ്റെ പരാമർശം, പ്രതിപക്ഷത്തിന് മുസ്ലിം സ്ത്രീകളുടെ അവകാശങ്ങളിൽ താൽപ്പര്യമില്ല, അവർ രാഷ്ട്രീയം കളിക്കുകയാണ് എന്നാണ്. അതേസമയം തൃണമൂൽ കോൺഗ്രസ് നേതാവായ ഡെറിക് ഒബ്രയൻ പറയുന്നത്, ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണം എന്നത് 15 പാർട്ടികൾ ഉന്നയിക്കുന്ന ആവശ്യമാണ്. കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് BJP ഒറ്റയ്ക്കല്ല. മുത്തലാഖ് വിഷയത്തിൽ BJPക്കൊപ്പം 2.5 പാർട്ടികളെ ഉള്ളൂ എന്നാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവിൻ്റെ പരിഹാസം. നവോത്ഥാന വനിതാ മതിൽ ഇന്ന് 4-ന് സൈമൺ ബ്രിട്ടോ വിട വാങ്ങി, ഓർമ്മയായി പോരാട്ടം എന്നിങ്ങനെയുള്ള വാർത്തകളും ഒന്നാം പേജിലുണ്ട്. ഉൾപേജിൽ മനോരമ ഇന്ന് നൽകിയിട്ടുള്ള പ്രധാന വാർത്ത, തിരഞ്ഞെടുപ്പ് വെളിപ്പാടകലെ. അത് പുതുവർഷ ആരംഭത്തിൽ തന്നെ, അതായത് പുതുവർഷം കാത്തിരിക്കുന്നത് തിരഞ്ഞെടുപ്പുകളാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനൊപ്പം തന്നെ
8 സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് നടക്കുന്ന വർഷമാണ് ഇന്ന് ആരംഭിക്കുന്നത്. തിരഞ്ഞെടുപ്പ് വിളിപ്പാടകലെ ലോക്സഭയിലേക്കും 8 സംസ്ഥാന നിയമസഭകളിലേക്കും തിരഞ്ഞെടുപ്പ് ഈ വർഷം. ന്യൂഡൽഹിയിൽ നിന്ന് ഡി വിജയമോഹൻ്റെ റിപ്പോർട്ടാണ്. ഇന്ന് പുലരുന്ന പുതുവർഷത്തിൽ ഇന്ത്യ മറ്റൊരു ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. 17ാം ലോക്സഭയിലേക്ക് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനി 100 ദിവസം തികച്ച് ഇല്ല. 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ മാത്രം വർഷമല്ല, 8 സംസ്ഥാന നിയമസഭകളിലേക്കും ഈ വർഷം തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ആന്ധ്രാപ്രദേശ്, ഒഡീഷ, മഹാരാഷ്ട്ര, ഹരിയാന, ജമ്മു കാശ്മീർ, ജാർഖണ്ഡ്, അരുണാചൽ പ്രദേശ്, സിക്കിം എന്നിവയാണ് തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന സംസ്ഥാനങ്ങൾ എന്നിങ്ങനെ ആ വിശദാംശങ്ങൾ. സംസ്ഥാനങ്ങൾ ഇപ്പോൾ ആര് ഭരിക്കുന്നു എന്നെല്ലാമുള്ള വിശദാംശങ്ങളാണ് വാർത്തയിൽ തുടർന്ന് പരാമർശിച്ചിരിക്കുന്നത്. ഇനി മാതൃഭൂമിയിലെ വാർത്താ വിശദാംശങ്ങളിലേക്ക് പോയാൽ എല്ലാം സർക്കാർ വഹിക്കുമെന്നത് മാതൃഭൂമിയുടെ മുഖ്യ വാർത്ത. കേരള ബാങ്ക് തുടങ്ങാൻ സർക്കാർ ഏറ്റെടുക്കുന്നത് 306 കോടിയുടെ കടം. ഇതിൽ റെപ്കോയുടേത് 238 കോടി രൂപ വരും. അനധികൃതമായി ചെലവഴിച്ച 330 കോടി കണക്കിൽ നിന്ന് ഒഴിവാക്കുമെന്നിങ്ങനെ തിരുവനന്തപുരത്ത് ബിജു പരവത്തിൻ്റെ റിപ്പോർട്ട്. CPM നിയന്ത്രണത്തിലുള്ള റെപ്കോയടക്കം 4 സ്ഥാപനങ്ങൾ സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് നൽകാനുള്ള 306 കോടി രൂപയുടെ കടം സർക്കാർ ഏറ്റെടുക്കുന്നു. കേരള ബാങ്ക് രൂപവത്കരണത്തിന് സംസ്ഥാന ജില്ലാ സഹകരണ ബാങ്കുകൾക്ക് കിട്ടാനുള്ള കുടിശ്ശിക തീർക്കാൻ വേണ്ടിയാണ് ഇത്. വായ്പാ തിരിച്ചടവ് മുടങ്ങി വലിയ തുക കുടിശ്ശികയായ സ്ഥാപനങ്ങളുടെ കടമാണ് സർക്കാർ ഏറ്റെടുക്കുന്നത്. ഈ തുക സർക്കാർ വായ്പയാക്കി മാറ്റും എന്നിങ്ങനെ ആ വിശദാംശങ്ങൾ. അതിൻ്റെ കൂടെ തന്നെ സഹകരണ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ ഒരു വിശദീകരണവും എടുത്തു നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് നിഷ്ക്രിയ ആസ്തി കുറയ്ക്കണം എന്ന റിസർവ് ബാങ്കിൻ്റെ നിബന്ധന പാലിക്കുകയാണ് സർക്കാർ. ചില സഹകരണ സ്ഥാപനങ്ങൾക്ക് നൽകിയ വായ്പയാണ് കുടിശ്ശികയായി കിടക്കുന്നത്. ഇത് ഒഴിവാക്കാനായി വായ്പ അനുവദിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവർ ഇനി സർക്കാരിലേക്ക് പണം തിരിച്ച് അടയ്ക്കണം. അതിനുള്ള കരാറും ഉണ്ടാക്കുന്നുണ്ട്. അല്ലാതെ ആർക്കെങ്കിലും ഇളവ് നൽകുന്ന നടപടി ഇതിൽ ഇല്ല എന്നാണ് സഹകരണ മന്ത്രി പറയുന്നത്. ഇനിയൊരു വാർത്ത, ഇപ്പോൾ സന്തോഷം പകരുന്നൊരു വാർത്ത തന്നെയാണ്. മാതൃഭൂമിയുടെ സാഹിത്യ പുരസ്കാരം 2018 സാഹിത്യ പുരസ്കാരം പ്രശസ്ത കഥാകൃത്ത് ആയ NS മാധവന് ആണ് ലഭിച്ചിരിക്കുന്നത്. കോഴിക്കോട് നിന്നുള്ള റിപ്പോർട്ടാണ്. കഥ, നോവൽ വിഭാഗങ്ങളിൽ മലയാള സാഹിത്യത്തിന് നൽകിയ മഹത്തായ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. 2 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും MV ദേവൻ രൂപകൽപ്പന ചെയ്ത ശില്പവും അടങ്ങുന്ന പുരസ്കാരം ജനുവരി 2ാം വാരം കോഴിക്കോട് നടക്കുന്ന ചടങ്ങിൽ മാധവന് സമർപ്പിക്കും. 1970 മാതൃഭൂമി വിഷുപ്പതിപ്പ് കോളേജ് വിദ്യാർത്ഥികൾക്കായി നടത്തിയ ചെറുകഥാ മത്സരത്തിൽ 1ാം സ്ഥാനം നേടിക്കൊണ്ടാണ് സാഹിത്യത്തിൽ മാധവൻ വരവ് അറിയിച്ചത്. ശിശു എന്ന കഥയ്ക്കാണ് ആ പുരസ്കാരം അന്ന് ലഭിച്ചത് മാധവന്. ഇടയ്ക്ക് നിശബ്ദതയുടെ ഒരു ഇടവേള സ്വയംഭരിച്ച മാധവൻ പിന്നീട് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ചെറുകഥകളിൽ ഒന്നായി നിരൂപകർ വാഴ്ത്തിയ ഹിഗ്വിറ്റയിലൂടെ മടങ്ങി വരവ് കുറിച്ചു. ചൂളയമേട്ടിലെ ശവങ്ങൾ, ഹിഗ്വിറ്റ, തിരുത്ത്, പര്യായ കഥകൾ, പഞ്ചകന്യകകൾ തുടങ്ങിയ ചെറുകഥാ സമാഹാരങ്ങളും ലണ്ടൻ ബത്തേരിയിലെ ലുത്തിനിയകൾ എന്ന നോവലുമാണ് സർഗ സാഹിത്യത്തിന് മാധവൻ നൽകിയ പ്രധാന സംഭാവനകൾ. മലയാള കഥയെ ലോകോത്തരമാക്കിയ എഴുത്തുകാരിൽ മാധവൻ പ്രഥമ ശ്രേണിയിൽ വരുന്നു എന്നതാണ് MK സാനു ഉൾപ്പെട്ട പുരസ്കാര നിർണയ സമിതിയുടെ വിലയിരുത്തൽ എന്നിങ്ങനെ തുടരുന്നു ആ വാർത്ത. മാധവന് ന്യൂസ് ട്രാക്കിൻ്റെയും അഭിനന്ദനങ്ങൾ. ഇനിയൊരു വാർത്ത മാതൃഭൂമി 1ാം പേജിൽ നൽകിയിട്ടുള്ളത് വിഴിഞ്ഞം കരാറിൽ അഴിമതിയില്ല എന്ന ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറിയതാണ്. ഉമ്മൻചാണ്ടിക്ക് ഇതിൽ ആശ്വാസം കൊള്ളാം. തിരുവനന്തപുരത്തുള്ള റിപ്പോർട്ടിൽ പറയുന്നത് വിഴിഞ്ഞം തുറമുഖത്തിനായി കരാർ നൽകിയതിൽ ആരും അഴിമതി നടത്തിയിട്ടില്ല എന്ന് ജുഡീഷ്യൽ കമ്മീഷൻ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഏറെ ആശ്വാസം പകരുന്നതാണ് റിപ്പോർട്ട്. CAG റിപ്പോർട്ടിനെ തുടർന്ന് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെതിരെയും അഴിമതി ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ ഉമ്മൻചാണ്ടി അടക്കം ആരും വ്യക്തിപരമായ അഴിമതി നടത്തിയിട്ടില്ല എന്നതാണ് കമ്മീഷൻ്റെ വിലയിരുത്തൽ. വിഴിഞ്ഞം കരാർ അദാനി ഗ്രൂപ്പിന് നൽകിയതിലടക്കം ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്നാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ അധ്യക്ഷനായി കമ്മീഷനെ അന്വേഷണത്തിന് നിയോഗിച്ചത്. ആ കമ്മീഷൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് കൈമാറിയിരിക്കുന്നത്. കരാർ നൽകുന്നതിൽ അദാനിയെ മാത്രം പരിഗണിച്ചത് അഴിമതിയല്ല. അവർ മാത്രമാണ് ടെൻഡറിൽ പങ്കെടുത്തത്. തുറമുഖത്തിൻ്റെ ലാഭനഷ്ടങ്ങൾ ഇപ്പോൾ കണക്കാക്കാൻ ആവില്ല എന്നും കമ്മീഷൻ്റെ വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നു. അതെല്ലാം പ്രതിപാദിക്കുന്നതാണ് വാർത്ത.